Hallelujah. Hallelujah. We are going to continue the word, and this word which I am sharing for the past 2-3 weeks കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു വന്ന അതേ വചനം is to how to keep up that vibrance, that faith, never to go back but push forward every day. ഓരോ ദിവസവും ആ വിശ്വാസത്തിലൊട്ടും മടുത്ത് പിന്നോട്ട് പോകാതെ മുമ്പോട്ട് കുതിച്ചു മുന്നേറാൻ എങ്ങനെ സാധിക്കും? Some people ask me, how are you still in 25 years, how you are still bubbling and bubbling? ചെല്ലു എന്നോട് ചോദിക്കാറുണ്ട്, തങ്കു പറഞ്ഞ ആകെ 25 വയസ്സേ ആയിട്ടുള്ളൂ, ഇപ്പോഴും 25 വർഷമായി കർത്താവ്. ഞാൻ 25 വയസ്സ്. ആമേൻ. പ്രോഫറ്റിക് വേർഡ് എടുക്കുക, അതിന് പ്രത്യേകം ചെലവ് ചെയ്യണം. ഹല്ലേലൂയ. തോമസ് കുട്ടി ബ്രദർ എനിക്ക് 25 വയസ്സാന്ന് പറഞ്ഞു, ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. ഹല്ലേലൂയ. 25 years of faith, how are you consistent? ഈ 25 വർഷം വിശ്വാസത്തിലായിട്ട് എങ്ങനെ ഇങ്ങനെ ശക്തിയോടെ നിലനിൽക്കുന്നു? How are you still progressing, for going forward with the same zeal, same passion, without any change at all? പഴയ ശക്തിയോടെ പഴയ ദൈവകൃപയോടെ എങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു? How can it happen? എങ്ങനെ ഇത് സംഭവിക്കും? And that is why we are sharing this word. This is my life. ഇതെന്റെ ജീവിതമാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ സംസാരിച്ചത്. I have never lost the hope of the coming of Jesus Christ. അതിന്റെ കാരണം, എന്റെ ഉത്സാഹം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, ഒരിക്കലും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അതിൽ നിന്ന് എന്റെ കണ്ണ് ഒരിക്കലും മാറിയിട്ടില്ല. I know that I am temporary on this earth. I am on a mission, and thy life eternal is more real than over here. എനിക്ക് ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഞാൻ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ മാത്രം ഈ ഭൂമിയിൽ അയക്കപ്പെട്ടവനാണ്. ഈ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ പോകേണ്ടിടത്തേക്ക് പോകും. Some group I meet many groups every day. ഞാൻ പലപ്പോഴും പല ഗ്രൂപ്പുകളെയും ഓരോ ദിവസം കാണാറുണ്ട്. Especially now because of the panchayat elections are coming, many people come and meet me. ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ പല ആൾക്കാരും എന്നെ വന്ന് കാണാറുണ്ട്. So they say, why are you so outspoken? How does the boldness come? പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ തങ്കുബ്രദർ ധൈര്യത്തോടെ എങ്ങനെ കാര്യങ്ങൾ പറയുന്നു? Very simple. അതിന് വളരെ സിമ്പിൾ ആണ്. I am on a mission. ഞാൻ ഒരു ദൗത്യത്തിലാണ്. And I have Jesus God who is my shield and my savior. മാത്രമല്ല എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, യേശുക്രിസ്തു എന്റെ പരിചയമായി എന്റെ മുമ്പിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ. I don't trust in man, I don't trust in money, I don't trust anyone. My trust is in God who has sustained me and preserved me till today. മനുഷ്യനിലല്ല, പണത്തിലല്ല, സംഘടനയിലല്ല, മറിച്ച് എന്നെ അയച്ച ഒരു കർത്താവ് എനിക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നെ കൊണ്ട് പൂർത്തീകരിക്കും. I know that Jesus is not somewhere lying in a grave. He is alive and seated at the right hand of the Father. എനിക്കറിയാം, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് എവിടെയോ ഒരു കല്ലറയിൽ കിടക്കുന്ന വ്യക്തിയല്ല, മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നെ മുൻപോട്ട് നയിക്കുന്നു. And he is alive and he said, I will be with you forever. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ അന്ത്യത്തോളം ഉണ്ടായിരിക്കും. And that is something very real for me. അത് എന്നെ സംബന്ധിച്ച് വളരെ റിയൽ ആണ്. Even if I feel it or not, I know he is with me. ചില സമയത്ത് കർത്താവ് കൂടെ നിൽക്കുന്നതായിട്ട് എന്റെ മനസ്സിന് തോന്നിയാലും തോന്നിയില്ലെങ്കിലും അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. I want to encourage every believer here. I want to encourage everyone who is a new creation. Let not your mind be set on earth. Let your mind be set in heaven at the coming of our Lord. Fighting a good fight of faith, but holding on to eternal life. ആകയാൽ എന്നെ കേൾക്കുന്ന ഓരോ വിശ്വാസിയോട് ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ താഴെയുള്ളതിൽ നിങ്ങളുടെ മനസ്സിനെ വെക്കരുത്, മറിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ച് കർത്താവിന്റെ വരവിൽ നിങ്ങൾ പൂർണ്ണ സമർപ്പണം ചെയ്താൽ ഈ ലോകത്ത് നിങ്ങൾ ജയാളികളായി. See it in your spiritual eyes. See it, the reign that we are going to do with Jesus in eternity. ആ നിത്യത വരെയും കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്ക് സംഭവിക്കുന്ന വാഴ്ച വിശ്വാസ കണ്ണുകളാൽ ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ട് വേണം ഇവിടെ പോകുവാൻ. The Bible says in Hebrews 11:13, they all died, or Abraham, or all these great men of God in the Old Testament, they all died in faith, but
never received the promise, but having seen them from afar. എബ്രായ ലേഖനത്തിൽ 11:13 വായിക്കുന്ന അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല, ദൂരത്ത് നിന്ന് അത് കണ്ടും അഭിമന്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്ത് പരദേശികളാണെന്ന് ഏറ്റുപറഞ്ഞു. The promise of the Savior they heard, they did not enjoy. The promise of the land Canaan they heard, but they did not enter. Yet they saw it from afar. Canaan was not 500 meters away. How did they see? ആ യേശുക്രിസ്തുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദത്തം അവർക്ക് ലഭിച്ചെങ്കിലും അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ കനാനിലും ഇതുവരെ അവർ എത്തിയിട്ടില്ലാത്ത സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കനാൻ 500 മീറ്റർ അപ്പുറത്തല്ലെന്ന് ഓർക്കണം, മൈലുകൾ അപ്പുറത്താണെങ്കിലും അവര് ദൂരത്ത് നിന്ന് അത് കണ്ടു. എങ്ങനെ കണ്ടത്? How did they see? What was them that pressing on? എങ്ങനെയായിരുന്നു ആ കാണുവാൻ അവരെ പ്രേരിപ്പിച്ചത്? എന്തുകൊണ്ട് അവര് മടുക്കാതെ മുമ്പോട്ട് പോയി? Just imagine the man called Joseph, he died. He is telling the people, don't bury my bones here, take it to Canaan. How come he knew that God is going to perform? ഈജിപ്തിലായിരുന്ന കാര്യത്തെ ജോസഫിന്റെ വിശ്വാസം എന്ന് ഓർത്ത്, എന്റെ ശവം ഇവിടെ ഈജിപ്തിൽ അടക്കരുത്, നമ്മളുടെ ദൈവം നമ്മുടെ നാട് നമുക്ക് തരും, ആ കനാനിൽ എന്നെ അടക്കണമെന്ന് പറയണമെങ്കിൽ ജോസഫിന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം കാഴ്ച. He was sure and sure. He saw Canaan even while in Egypt. ഈജിപ്തിലായിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ജോസഫിന് വളരെ ഉറപ്പായിരുന്നു. കാരണം താൻ കണ്ടു, ദൂരത്ത് നിന്ന് കണ്ടു. If only every believer would realize that even when we finish our assignment here and are buried here, Amen, we will not be set over here. Amen. Our lowly bodies will be transformed. God loves us so much that he will not leave even the body over here, but take us to eternity. That is the hope that presses us forward. ജോസഫിന് തന്റെ ശരീരം ഈജിപ്ത് ദേശത്ത് കിടക്കില്ല, മറിച്ച് തന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ എത്തുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് വാഗ്ദത്തം ചെയ്തവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ അവസാനിക്കില്ല, ഞാൻ ഉയരത്തിലേക്ക് എടുക്കപ്പെടുമെന്ന വാഗ്ദത്തത്തിൽ നമുക്ക് ഉറയ്ക്കാം. If you have that hope, you will never compromise with the world. If you have that hope, you will never be afraid of any man on earth. You know that he who said that he lives in me, God lives in me. I am on an assignment. I am a pilgrim. I am some stranger on this earth. I know my eternal home is with Jesus. ഈ വാഗ്ദത്തത്തിൽ ഉറപ്പുള്ള ഓരോ വിശ്വാസിയും, ഓരോ വ്യക്തിയും അവൻ ആരെയും ഭയപ്പെടത്തില്ല, ഇവിടെ മടുക്കത്തില്ല. അവന് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് പൂർത്തീകരിച്ചുകൊണ്ട് മുമ്പോട്ട് അവൻ പോക തന്നെ ചെയ്യും. I know that my permanent residence is not on this earth. I am sent by God and I am going back to God. This is my temporary place. എനിക്കറിയാം എന്റെ സ്ഥിരവാസം ഇവിടെയല്ല. ഞാൻ അന്യനും പരദേശിയും ഒരു ദൗത്യം പൂർത്തീകരിക്കാനുള്ള യാത്രക്കാരന് മാത്രമാണ് എനിക്ക് വേണ്ടി ഒരു സ്ഥിരവാസം, കൈകളാൽ തീർക്കപ്പെടാത്ത ഒരു നിത്യഭവനം ഉയരത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. I know that the trumpet will blow. I know my Jesus will come in the clouds. I know that those who were dead in the grave will arise and we who are alive will be transformed. When my president, when my Lord, when my Savior, if he said he will come, he surely will come. എനിക്കറിയാം എന്റെ നാഥൻ, എന്റെ കർത്താവ്, എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റായ എന്റെ യേശു തമ്പുരാൻ ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാഹളനാദം എന്റെ കാതിൽ കേൾക്കും. എന്റെ പദ്ധതികൾ എന്നെ ഏൽപ്പിച്ചത് ഇവിടെ പൂർത്തീകരിച്ച് അവനോടൊപ്പം ഞാൻ എടുക്കപ്പെടും, എനിക്ക് ഉറപ്പാണ്. That is why I don't preach a religion, I preach spirituality. അതുകൊണ്ടാണ് ഞാനൊരു മതത്തെയല്ല പ്രസംഗിക്കുന്നത്, ആത്മീയതയാണ്. I don't see people as a Hindu, Christian or Muslim. I see them as a human being. I pray that their eyes will open. Amen. And they will know that they are on a mission to love one another. ആകയാൽ ഞാൻ ഇനി ആൾക്കാരെ കാണുമ്പോൾ അവൻ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കത്തില്ല, മറിച്ച് ദൈവം അയച്ച ഒരു വിലപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കണ്ണുകളും തുറക്കപ്പെടണം. ക്രിസ്തുവിൽ അവന്റെ സാധ്യതകൾ, അവൻ എന്താണ് ഉയരത്തിൽ വരെ ചെല്ലാനുള്ളത് അവനെ അറിഞ്ഞ് അവനെ അയച്ചത് അവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. That is the foundation. അതാണ് ഇതിന്റെ അടിത്തറ. If you believe, that is why in 1 Corinthians chapter 15 verse 19 the word says,
if your faith in Christ is for only this world, you are the most pitiable. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:19 പറയാണ്, നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരുന്നത്, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. Pitiable. ഓ, അരിഷ്ട, നിങ്ങളുടെ സഹതാപം തോന്നുന്നു നിങ്ങൾ. That is why we are fighting against each other. That is why we have lost that personal relationship with the Holy Spirit for which Jesus died. Jesus died for the sin. Why? So that the fellowship with him will be restored. അതുകൊണ്ടാണ് ആ ഒരു വലിയ കാഴ്ചപ്പാടില്ലാത്തപ്പോഴാണ് നമ്മൾ തമ്മിൽ പോരാടുകയും ചെറിയ കാര്യങ്ങളോടുകൂടി. യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവൻ നൽകിയത് ഉന്നത പദ്ധതിയില്ല. People say Jesus died for the sin. Yes, he died for the sin. Why? ജനങ്ങൾ പറയും യേശു നമ്മുടെ പാപം വിമോചിക്കാനാണ് മരിച്ചത്. കറക്റ്റാണ്. പക്ഷെ എന്തിന് പാപം വിമോചിച്ചു? Why? എന്തിനു വേണ്ടി? So that he can talk to us and we can listen. We can talk, he will listen. To have restore the fellowship that he had in the Garden of Eden when he the creation was made. എന്തിനു പാപം മോചിച്ചു? പാപമായിരുന്നു എനിക്കും ദൈവത്തിനും തമ്മിലുള്ള ആശയ സംവാദത്തിന് ഇടയിൽ തടസ്സം നിന്നിരുന്നത്. എന്നാൽ പാപം പോയപ്പോൾ എനിക്കിപ്പോൾ ദൈവത്തെ കേൾക്കാം, ദൈവം പറയുന്നത് എനിക്ക് കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ കമ്മ്യൂണിക്കേഷനിലേക്ക്, ഫെലോഷിപ്പിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ആ ബന്ധത്തിലേക്ക് യേശുവിനെ മടക്കിക്കൊണ്ട്. They died in faith, did not receive the promises, but having seen them afar. What is faith? എബ്രായ ലേഖനം 11:13 നമ്മളിങ്ങനെ വായിക്കുന്ന, വിശ്വാസത്താൽ അവർ അത് ദൂരത്ത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞു. They confessed. അവർ ഏറ്റുപറഞ്ഞു. They confessed their faith. അവരവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു. They did not confess, oh, what will happen? Tomorrow what will? No, they kept confessing that he who promised is faithful. He will perform. അവര് ഏതോ നിരാശയുടെ വാക്കുകൾ, അയ്യോ നാളെ എന്തായി തീരും, അതെന്താവും, ഇതൊന്നും അവർ പറഞ്ഞില്ല. മറിച്ച് അവരെന്താണ് മുമ്പിൽ കണ്ടത് അതിനൊത്തോണം അവർ ഏറ്റുപറഞ്ഞു. Faith is the substance. വിശ്വാസം എന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. Things hoped for. ഞാൻ പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പായ വസ്തുവാണ്. It is the evidence of things which are not seen. അത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്, എവിഡൻസ് ആണ്, തെളിവാണ്. But here it says they saw. എന്നാൽ ഇവിടെ പറയുന്നു അതവർ കണ്ടു. Hope sees. ആ ഹോപ്പ് എന്ന് പറയുന്ന, പ്രത്യാശ എന്ന് പറയുന്നതിന് കാഴ്ചയുള്ളത്, മുമ്പോട്ട് നോക്കി കാണുന്നു. Hope assures. മാത്രമല്ല പ്രത്യാശ എന്ന് പറയുന്ന ഉറപ്പ് തരുന്ന. Seeing them from afar, they assured themselves. അവര് ആ ദൂരത്ത് നിന്ന് അത് കണ്ടിട്ട് തങ്ങൾക്ക് തന്നെ അവർ ഉറപ്പ് കൊടുത്തു. And embraced. ഇംഗ്ലീഷിൽ പറയുന്നത് അത് ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചെന്ന മലയാളത്തിൽ. എംബ്രേസ്, അതിനെ പുണർന്നെന്ന. പണ്ടേ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് നിന്നുകൊണ്ട് പുണർന്നു. They embraced Jesus Christ their Savior by faith. വിശ്വാസത്താൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരെ യേശു ക്രിസ്തുവിനെ അന്ന് നിന്നുകൊണ്ട് എംബ്രേസ്. Just imagine. ചിന്തിച്ചു നോക്കിയേ. Today they heard, yesterday they heard and yet they embraced by faith. But today he is real and we don't need him. ആ യേശു ക്രിസ്തുവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്താൽ അവരിൽ പലരും ആ യേശു കർത്താവിനെ എംബ്രേസ് ചെയ്തു. ഇന്ന് അവൻ നമ്മുടെ മുമ്പിൽ നിന്നിട്ടും പലരും എംബ്രേസ് ചെയ്താൽ നിരാശയുടെ വാക്കുകളാണ് പറയുന്നത്. They embraced and confessed they were strangers, meaning to say things here are not important. Things which are spoken, which cannot be seen, is more important. In that case, my dear believer, how more real is Jesus now? Jesus now. That we don't pay importance to the world's negativity that is around, but we trust and believe and embrace him who died for us and he is alive. അന്ന് അവരത് കാണാതെ തന്നെ ഒരു വാഗ്ദത്ത മശിഹായെ കുറിച്ച് മാത്രം കേട്ടവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസ കണ്ണാൽ ദൂരത്ത് നിന്ന് കണ്ടും അവനെ പുണർന്നും അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞെങ്കിൽ
ഇന്ന് എത്രയധികം ആ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്യരും പരദേശികളും വന്ന് ഈ ലോകത്തിലെ പ്രതിസന്ധികൾ ഏതുമാകട്ടെ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, അതിന്മേലൊന്നും കണ്ണുടക്കാതെ, അവിടെ ഒന്നും പേടിക്കാതെ ഈ നാഥനെ പുണർന്നുകൊണ്ട് വരാൻ പോകുന്നതിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിന്റെ മക്കളാണ്. Oh, he said that, I said that, he did not smile, so I am going. My dear, stop. ഓ, അദ്ദേഹം അത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, എന്നെ കണ്ട് ദൈവദാസൻ ചിരിച്ചില്ല. എന്തായി പറയുന്നേ? Hold on to Jesus. യേശുവിനെ മുറുകെ പിടിക്കുക. Keep confessing. ആ മുറുകെ പിടിച്ചുകൊണ്ട് വായിൽ കൂടെ ഏറ്റു പറയുക. Today is by faith, but tomorrow it is going to be real when he is going to embrace us. Oh, good and faithful servant, you were my good testimony on earth. ഇന്നത് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ്. പക്ഷെ നാളെ അത് ഞാൻ യഥാർത്ഥമായി അവൻ എന്നെ പുണർ, ഇന്ന് ഞാൻ അവനെ പുണർന്നെങ്കിൽ അന്നവൻ എന്നെ പുണർന്നുകൊണ്ട് വിശ്വസ്തനായ ദാസനെ എന്ന് വിളിക്കും. That is why the Bible says, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, those people who saw without seeing, കാണാതെ വിശ്വസിച്ച അവർ, they saw from afar, meaning they could not see, they were trying to see. അവര് ദൂരത്ത് നിന്ന് അത് വാസ്തവത്തിൽ അവര് കണ്ടില്ല, അവര് കാണാൻ നോക്കുകയായിരുന്നു. Without seeing they embraced, without seeing they confessed, without seeing they trusted. കാണാതെ അവർ പുണർന്നു, കാണാതെ അവർ ഏറ്റുപറഞ്ഞു, കാണാതെ അവർ ആശ്രയിച്ചു. The Bible says, ബൈബിൾ പറയുന്നു, so God was not ashamed to be called their God. അതുകൊണ്ട് അവരുടെ ദൈവമാണ് താൻ എന്ന് പറയുവാൻ ദൈവം ലജ്ജിച്ചില്ല. God did not see their weakness. God did not see their all what they did nonsense. God was proud about them and said, I am their God. I am the God of Abraham. ദൈവം അവരുടെ ബലഹീനതകൾ പലരും കണ്ടു, പക്ഷെ അതേ നോക്കിയില്ല. അവർക്ക് പല കുറവുണ്ടായിരുന്നു, അവർക്ക് വീഴ്ചകൾ പറ്റി, പക്ഷെ അതല്ല നോക്കിയ തന്നിലുള്ള വിശ്വാസത്താലുള്ള അവരുടെ ആശ്രയം, അവരുടെ ഏറ്റുപറച്ചിൽ കണ്ടപ്പോൾ ദൈവം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇവന്റെ ദൈവമായി. Look at Abraham, not perfect. Look at David, not perfect. But God says, I am God of Abraham. അബ്രഹാമിനെ നോക്കിയേ, മുട്ടിന് പ്രതിസന്ധികളും വീഴ്ചകളും ഉണ്ട്. ദാവീദിനെ നോക്കി, ആരെ നോക്കിയേ, പക്ഷേ ദൈവം പറയാണ്, അവന്റെ ദൈവമാണ് ഞാൻ. Today, ഇന്ന് much more, അതിലധികം, who are cleansed by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മളെ കുറിച്ച് എത്രയധികം, those who have received eternal life, that we may have that intimate relationship with Jesus. യേശു ക്രിസ്തുവുമായി ഈ അവർക്ക് കിട്ടിയ ബന്ധമല്ല, ആ ഉറ്റ ബന്ധം ലഭിച്ച നമ്മളെ കുറിച്ച് എത്രയധികം. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, for God so loved the earth, the world, ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു, that he sent his son, തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു, that those who believe in him അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും will have, present tense, eternal life. അവന് നിത്യജീവൻ ഉണ്ടാകണം. അവിടെ വർത്തമാന അനുഭവം പറയുന്നത് നിത്യജീവൻ ഇവിടെ വെച്ചുണ്ടാകുവാൻ തന്നെയാണ്. The Bible does not say they will have eternal life in the future. ഭാവിയിൽ നിത്യജീവൻ അവർക്ക് ലഭിക്കുമെന്നല്ല പറഞ്ഞത്. Today, they will have, അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം അവരെ സ്നേഹിച്ചു. Why was eternal life given? എന്തുകൊണ്ട് നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്നു? John 17:3, the Bible says, Jesus said that they may know you. Knowing is the most intimate word written in the Bible. യോഹന്നാൻ 17:3 എന്തെന്നാൽ അവർ നിന്നെ അറിയേണ്ടതിന്, അറിയുക എന്നുള്ളതാണ് ഈ പുതിയ നിയമത്തിലെ ഏറ്റവും intimate, intimacy. The Bible says till Jesus was born, Joseph did not know Mary, that he never knew Mary intimately. Same word is saying, when the eternal life has come, we know him, meaning that personal relationship. I cannot live. That is why Jesus said, without you, without me, come on, abide in me, be one with me, be glorious. That will give you the hope and reality of the spiritual world. അവിടെ അറിയുക എന്ന വാക്ക് കേവലം ഒരു അറിവല്ല. അതുകൊണ്ടാണ് ജോസഫ് മറിയെ, ആ ആദ്യജാതനായ മകൻ ജനിക്കുവോളം ജോസഫ് മറിയെ അറിഞ്ഞില്ല, പരിഗ്രഹിച്ചില്ല എന്ന ബന്ധത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, പ്രിയരെ, ഈ കർത്താവ് നമ്മളെ വിളിച്ചത് കേവലം ഒരു അറിവല്ല, ആ കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞ, അതുപോലെ ഇന്റിമസി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ അധികം തമ്മിൽ ആഴമേറിയ അറിവാണ്.
When you have that personal relationship, ആ വ്യക്തിപരമായ ആ ബന്ധം നിങ്ങൾക്കുണ്ടാവും. some people ask, how, why? പലരും ചോദിക്കും, എങ്ങനെ ഇത് പറ്റും, എന്തുകൊണ്ട്? Because I know. എനിക്കറിയാം, This is the beginning. ഇതതിന്റെ തുടക്കമാണ്. But this will go beyond the grave. എന്നാൽ ഈ അറിവ് ഇവിടം കൊണ്ട് തീരത്തില്ല. This relationship. ഈ ബന്ധം ഇവിടം കൊണ്ട് തീരില്ല, നമ്മുടെ കല്ലറയ്ക്കപ്പുറത്തേക്ക് പോകുന്നത്. പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത് യുഗകാലം വരെയും. The Bible says in 1 Peter chapter 1 and verse 7. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. It is talking about being born again. In verse 3 to 5 it's talking about being born again by the resurrection of Jesus. അതിന്റെ 1 പത്രോസ് 1-ന്റെ 3 മുതൽ 5 വരെ തന്റെ പുനരുത്ഥാനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. Those who are tuned in for the first time today, you can have this personal relationship with Jesus. The moment you say, Jesus, you are my Lord. ഇന്ന് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവുന്ന ഒരു പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഹോദര, നിനക്കിന്ന് യേശുക്രിസ്തുമായി ദൈവമായിട്ട് ഈ ആഴമേറിയ ബന്ധത്തിലേക്ക്, വ്യക്തിബന്ധത്തിലേക്ക് വരാൻ പറ്റും. അതിന് ചെയ്യേണ്ടത്, യേശുവേ എന്റെ ഉള്ളിലേക്ക് വരണമേ, കർത്താവിനെ വ്യക്തി ജീവിതത്തിലേക്ക് ക്ഷണിക്കുക മാത്രം ചെയ്താൽ. That is why Peter says you were born again. 1 Peter chapter 1 and verse 3. അതുകൊണ്ടാണ് 1 പത്രോസ് 1-ന്റെ 3 നമ്മുടെ കർത്താവായ അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മലയാളത്തിൽ അത് മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. മലയാളം പോലെ തന്നെ വായിച്ചേ. മലയാളത്തിൽ വായിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ളത് ഇടയ്ക്ക് ഒത്തിരി നീട്ടി പറയുന്നുണ്ട്. പുനരുദ്ധാനത്താൽ തന്റെ കരുണാദിപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. When a person is born again, ഒരു വ്യക്തി ക്രിസ്തുവിനെ വിശ്വസിച്ച പുതുജനന അനുഭവം പ്രാപിക്കുമ്പോൾ, he knows the reality of the relationship now with Jesus and with God the Father. യേശുക്രിസ്തുവുമായിട്ടും പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അർത്ഥം തനിക്ക് മനസ്സിലാവും. And then a genuine hope come, not genuine faith, genuine hope. Faith for now, hope seeing the arrival of Jesus. വീണ്ടും ജനിക്കുന്ന സമയത്ത് ഒരു പുതിയ പ്രത്യാശ, ഒരു വ്യക്തമായ പ്രത്യാശ. വിശ്വാസം എന്നത് ഇന്നത്തേക്കാണ്, ഇപ്പോൾ ആക്ട് ചെയ്യുന്നതാണ്. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് നാളുകളിൽ നടക്കാൻ പോകുന്ന ആ ശുഭകരമായ ദൈവം വെച്ച കാര്യങ്ങളെ, യേശുവിന്റെ വരവിനെ ഇവിടുന്ന് നോക്കിക്കാണുന്ന പ്രത്യാശ. If you can read it, read it. This is something kept undefiled, kept for me, and I know. It is verse 5. ഈ പ്രത്യാശയെക്കുറിച്ച് തുടർന്ന് പറഞ്ഞ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയമോ മാലിന്യമോ വാട്ടോ ഒന്നും വരാത്ത പ്രത്യാശയാണ്. Can you see it now? ആ പോകാത്ത പ്രത്യാശ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? Can see you? ഇപ്പൊ കാണാൻ പറ്റുന്നു? Can. പറ്റും. If the Old Testament saints could see it afar, you too can see it now from afar. യേശുക്രിസ്തുവിനെ നേരിൽ കിട്ടാത്ത പഴയ നിയമവിശ്വാസികൾക്ക് അത് ദൂരത്ത് നിന്ന് കാണാനും പുണരുവാനും കഴിഞ്ഞെങ്കിൽ, യേശുവിലായ നിങ്ങൾക്ക് ഇപ്പോഴേ നിന്നുകൊണ്ട് അത് വ്യക്തമായി കാണാൻ പറ്റും. That is why in verse 5 the Bible says, who are kept by the power of God through faith for salvation, ready to be revealed in the last time. That is the living hope. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ, അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക്, meaning the fulfilling of the salvation. അതിന്റെ അർത്ഥം ഈ രക്ഷയുടെ പൂർത്തീകരണമാണ്. Salvation is a journey. രക്ഷ എന്ന് പറയുന്ന ഒരു യാത്രയാണ്. Just like they were delivered out of Egypt and brought to Canaan, today we are delivered out of the power of darkness for his eternal kingdom. But today we are on this earth as lights to declare there is eternity. ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കനാനിൽ കൊണ്ടെത്തിയവരെയുള്ള ഒരു യാത്ര പോലെ തന്നെ നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നിത്യത വരെ കൊണ്ടുവന്ന ഒരു യാത്രയാണ്. പക്ഷെ ഇന്ന് നമ്മൾ എന്തിനീ ഭൂമിയിലായിരിക്കുന്നു? ആ നിത്യതയുടെ വെളിച്ചം കിട്ടിയ നമ്മൾ ഈ ലോകത്ത് നിത്യതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യർ കൊടുക്കുന്ന പ്രകാശങ്ങളാകുകയാണ്. But look, once they were delivered out of Egypt, they were kept by the power of God. നോക്കുക, ഈജിപ്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ട നാളുകൾ മുതൽ വന്ന് അവിടെ കയറിയ നാൾ വരെ അവർ ദൈവശക്തിയാൽ കാക്കപ്പെട്ടു. They were provided manna, they were given everything, they were surrounded by enemies, but nothing happened. Every obstacle that came, God himself intervened.
intervened into it. അവരുടെ അപ്പവും അവരുടെ ഉടുക്കാനും എല്ലാം വേണ്ടത് അതാത് സമയത്ത് നൽകപ്പെട്ടവരെ പ്രൊവിഷൻ കൊടുത്തു. മാത്രമല്ല ചുറ്റുമുള്ള ജാതികൾ പല ശത്രുക്കൾ അവരെ തകർക്കാൻ നോക്കിയെങ്കിലും ഒരിടത്തും പെടാതെ അവരെ സൂക്ഷിച്ചു. ദൈവശക്തിയിൽ സൂക്ഷിച്ച് കാക്കപ്പെടുന്നവരായിരുന്നു അവർ. That was the shadow, but today we are living in it. God has purchased us not with gold or silver, but with the precious blood of Jesus. How much more will he keep you? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയിൽ കാക്കപ്പെട്ട ആ ജനം അതൊരു നിഴല് മാത്രമായിരുന്നു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കടാരുടെയും രക്തത്താൽ ആ അറുത്ത് പെസഹ നാളിൽ പുറപ്പെട്ട ജനം അന്നത്തേതല്ല ഒരു നിഴല് മാത്രമായിരുന്നു. എന്നാൽ പൊരുളായ വാസ്തവമായ ദൈവപുത്രന്റെ യേശുക്രിസ്തുവിന്റെ രക്തമാകുന്ന വിലപ്പെട്ട റാൻസം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട നിങ്ങളും ഞാനും നമ്മളെ എത്രയധികം അവൻ കാത്തു സൂക്ഷിക്കും. You will not be a failure, whether it be financial, let it be family, everywhere. You are kept by the power of God. If you can understand this only with the help of the Holy Spirit, only when you have fellowship with God. നിങ്ങളുടെ കുടുംബ ജീവിതമാകട്ടെ, നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ, നിങ്ങളുടെ ഒരു സ്ഥാനത്തും തകരാൻ സമ്മതിക്കത്തില്ല. എപ്പോഴാണ് അതിന്റെ സന്തോഷം ലഭിക്കുന്നത്? ഇതൊന്ന് അറിയണം. ക്രിസ്തുവിൽ ഞാൻ കാക്കപ്പെടുക, ദൈവശക്തിയിൽ ഞാൻ സൂക്ഷിക്കപ്പെടുക. I am not today when I stand over here, I know it is by his grace, by his power that I am kept over here. ഇന്ന് ഒരു കാര്യം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം, അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രം എന്നെ സൂക്ഷിച്ചിരിക്കുക. അവൻ എന്നെ ഒരു യാത്രയിൽ കൊണ്ടുപോകുമ്പോൾ അവനാണ് എന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. I am kept, ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. because I am kept for a larger vision, that is to dwell and reign with him in eternity. ഞാൻ സൂക്ഷിക്കപ്പെട്ട എന്തിനു വേണ്ടിയാണ്? കാരണം ഒരു വിശാലമായ ഒരു വിളിയാണ് എനിക്കുള്ളത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. അവനോട് കൂടെ നിത്യമായി വാഴുവാൻ ഞാൻ വിളിക്കപ്പെട്ടവനാകിയാൽ അതുവരെയും എന്നെ സൂക്ഷിച്ച് പാലിക്കുക. Salvation which is going to be revealed. അത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ എന്നാണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. Salvation which is going to be revealed when Jesus is going to come and transform my lowly body, completing the salvation even of the body. എന്റെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമേറിയ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ അവൻ വെളിപ്പെടുന്ന ദിവസം വരെ രക്ഷയ്ക്കായി ദൈവശക്തിയിൽ അവൻ എന്നെ സൂക്ഷിക്കും. And then Peter says, തുടർന്ന് പത്രോസ് പറയുകയാണ്, in this living hope, ഈ ജീവനുള്ള പ്രത്യാശയിൽ, hope of eternity, that we are kept by the power of God for eternity, sealed by the Holy Spirit for redemption. വീണ്ടെടുപ്പിനായി മുദ്രയിടപ്പെട്ട നിത്യജീവയ്ക്കായി ഒരുക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട നമ്മൾ ഇതിൽ you greatly rejoice. അവിടെ now ഇപ്പോൾ നിങ്ങൾ അതിയായി ആനന്ദിക്കുന്നു. For a little while, if need be, you were grieved by various trials. Many challenges come, but in between you will dance and rejoice, because you know you will be kept in those trials. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ആനന്ദിക്കുന്നു. In that, അതിൽ many challenges might come, but the living hope of eternity makes you dance, because I am seeing that I am being chosen for eternity, kept by the power of God. അതിൽ ഇവിടെ ഇപ്പോൾ ചില പ്രതിസന്ധികൾ പരീക്ഷകളൊക്കെ വന്നേക്കാം, പക്ഷെ ഞാൻ തുള്ളി ചാടി ആനന്ദിക്കുക. കാരണം എന്നെ നിത്യതയ്ക്കായി ജീവനുള്ള പ്രത്യാശയ്ക്കായി അവന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കും. Because the Bible says, എന്നാൽ ബൈബിൾ പറയുന്നു, 1 Corinthians 10:13, the Bible says, 1 Corinthians 10:13, many temptations might come, but there is a way of escape, and that is my Jesus. അവിടെ പറയുന്ന പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കും. നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ വന്നാൽ ഒന്നും പേടിക്കേണ്ട, പോക്കുവഴി ഒരുക്കും. Today, now. ഇപ്പോൾ new doors are going to open. നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കും. New things will happen in your life. പുതിയ കാര്യങ്ങൾ സംഭവിക്കുക. Whatever trial or tribulation which is in your mind, break it loose and say, I am kept by the power of God. I am kept by eternal life. Amen. I am preserved, sealed by the Holy Spirit. ഏത് പ്രതിസന്ധി പ്രശ്നങ്ങൾ വീട്ടിലോ നാട്ടിലോ സാമ്പത്തികത്തിലോ ശുശ്രൂഷയിലോ എവിടെ ഉണ്ടായാലും പതറരുത്. വചനം പറയുന്ന വിളിച്ചു പറയാ, ഞാൻ ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുക. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, ജീവനുള്ള പ്രത്യാശയ്ക്കായി അവൻ എന്നെ മുദ്രയിട്ടു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ സൂക്ഷിച്ച് കാത്തോണ്ടിരിക്കും. Hallelujah. Hallelujah. The Bible says, ബൈബിൾ പറയുന്നു, that the genuineness of your faith, being much precious than gold that perishes,
though it is tested by fire, may be found to praise, honor and glory at my coming of Jesus തുടർന്ന് Christ. പറയാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. Gold will perish in fire. ഈ സ്വർണം, ഇവിടുത്തെ സ്വർണം തീയിൽ കത്തിപ്പോ. I will not perish. ഞാൻ നശിക്കത്തില്ല. He who believes in me will not perish, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിക്കുകയില്ല, but will have eternal life. എന്നാൽ അവന് നിത്യജീവൻ ലഭിക്കും. Whatever happens, എന്തെല്ലാം my സംഭവിച്ചു, dance and rejoicing. എന്റെ നൃത്തം കുറയില്ല. Why? എന്തുകൊണ്ട്? Because my living hope is waiting for the appearing of my Lord and Savior. എന്റെ അകത്തുള്ള ജീവനുള്ള പ്രത്യാശയ്ക്ക് ഒരേ ഒരു നോട്ടമേ ഉള്ളൂ. എന്റെ നാഥന്റെ കാഹളം ധ്വനിക്കും, എന്റെ കർത്താവിനെ കാണുവാൻ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. And that is why verse 8, which is the biggest supernatural experience. അതുകൊണ്ടാണ് അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രകൃത്യാതീതമായ അനുഭവമാണ്. Though whom, that is Jesus, having not seen you love. അവനെ, അതായത് യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ സ്നേഹിക്കുന്നു. Though now you do not see him, yet believing you rejoice in a joy inexpressible, full of glory. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. The Old Testament saints did not receive eternal life to have fellowship. Today, I am an advantage. പഴയ നിയമത്തിലുള്ളവർക്ക് ആ നിത്യജീവൻ അവരുടെ ഉള്ളിൽ വന്നില്ല. നിത്യജീവനുള്ളവർക്ക് ദൈവത്തോട് ഫെലോഷിപ്പ് കിട്ടത്തുള്ളൂ, അതവർക്ക് കിട്ടിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് അവരെക്കാൾ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടി. The I am, the Holy Spirit is living in me. ഞാനാകുന്ന പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വാസം ചെയ്യും. I have a high priest at the right hand of the Father, Jesus Christ. എനിക്ക് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തുണ്ട്. I have eternal life in me so that I have continued fellowship with him. എനിക്കിപ്പോൾ എന്റെ ദൈവത്തോട് നിരന്തര കൂട്ടായ്മ അനുഭവിക്കാൻ പറ്റുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. My dear friend, പ്രിയരെ, this is not a joke. ഈ പുസ്തകം ചില കളിതമാശകൾ എഴുതി വെച്ചിരിക്കുന്നല്ല. Never lose sight. I can go ahead more and more. I will go ahead. I want everyone, every believer, everyone who knows Jesus, never lose sight of eternity. If the Old Testament saints who did not have eternal life could embrace which they could not see, how much more can you embrace and confess about the one whom you can see? ഞാൻ ഈ വചനം വീണ്ടും തുടരും. കാരണം എനിക്ക് എന്റെ ആഗ്രഹം, എനിക്ക് വേണം കർത്താവിൽ വിശ്വസിച്ച ഓരോ മക്കളും ഈ ജീവനുള്ള പ്രത്യാശയിൽ അവർ പുതുകണം. ഈ ലോകത്തിൽ അവർ പതരുത്. ഒന്ന് ഓർത്തു നോക്കിയേ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവർക്ക് നിത്യജീവൻ അവരുടെ ഉള്ളിൽ വന്നില്ലെങ്കിലും ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ട് ആ യേശുവിനെ അവർക്ക് പുണരുവാനായെങ്കിൽ, വിശ്വാസ കണ്ണുകളാൽ പ്രത്യാശയാൽ പറ്റിയെങ്കിൽ, ഇന്ന് നിത്യജീവൻ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് അകമേ വസിക്കുന്ന നാം ആ കർത്താവിൽ ഇവിടെ ഒന്നും നോക്കാതെ, ഒന്നിലും തകരാതെ മുമ്പോട്ടുള്ള പ്രത്യാശയിൽ നമ്മൾ കുതിക്കണ്ടേ. We take all precautions for corona. Yes, true. അതെ, നമ്മൾ കൊറോണയെ സംബന്ധിച്ചുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നുണ്ട്. But എന്നാൽ I am not kept by the precaution. I am kept by the power of God. ഞാൻ എടുത്തിരിക്കുന്ന എന്റെ മാസ്കോ മറ്റൊക്കെ ഞാൻ ഉപയോഗിക്കും. പക്ഷെ അതിലല്ല എന്റെ പരിരക്ഷ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. Everything around me might go wrong. എന്റെ ചുറ്റുപാടുമുള്ളതെല്ലാം തെറ്റിപ്പോയേക്കാം. But എന്നാൽ nothing will happen to me എനിക്കൊന്നും സംഭവിക്കുകയില്ല. because I am kept by the power of God. കാരണം ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുക, കാക്കപ്പെട്ടിരിക്കുക ദൈവശക്തി. ആമേൻ. Today, ഇന്ന് are you afraid? ഏതെങ്കിലും കാര്യത്തിൽ ഭയന്നിരിക്കുകയാണോ? Tell the fear, ഭയത്തോട് പറയണം, you will be afraid. നിനക്കേ പേടിക്കാനുള്ളൂ, I am not to be afraid എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം. because I am kept by the power of God. എന്നാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുക ദൈവശക്തി. ആമേൻ. Gold will perish in fire. സ്വർണം പോലും അഗ്നിയിൽ തകർന്ന് നശിക്കാം. I won't. ഞാൻ നശിക്കത്തില്ല. Eternal life is in me. എന്റെ അകത്ത് ദൈവം വെച്ച നിത്യജീവൻ ഇരിക്കുകയാണ്. What a presence. ഓ, എന്ത് മഹത്വമേറിയ ഒരു സാന്നിധ്യം. I really pray. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നു. Every fear, every condemnation, everything
that is preventing you from having that intimate personal relationship with Jesus. എല്ലാ ഭയവും, എല്ലാ എന്തൊക്കെയാണോ ആ ഗിൽറ്റി ഫീലിംഗ്, കുറ്റബോധം, എന്തൊക്കെയാണോ കർത്താവുമായിട്ട് ഒരു ചേർന്ന് ആ ഇന്റിമേറ്റ് ബന്ധത്തിൽ നിന്ന് തടയുന്നത്, break it loose in Jesus. യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുക. I belong to Jesus. ഞാൻ എൻ്റെ യേശുവിന്റെ സ്വന്തമാണ്. He saved me from the power of darkness. അവൻ എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. I am kept by the power of God. വിടുവിക്കുക മാത്രമല്ല, ഇപ്പോൾ അവൻ എന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. Sealed by the Holy Spirit for redemption. വീണ്ടെടുപ്പ് നാളിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ട് വെച്ചിരിക്കുന്നു. At the appearing of my Lord and Savior. എന്റെ കർത്താവിന്റെ വരവിൽ ഞാൻ വെളിപ്പെടേണ്ടതിനായി ഞാൻ am kept by Him. അവനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Isn't it glorious? ഇതെത്ര മഹത്വപൂർണമായ പരിജ്ഞാനമാണ്. Be confident. ഇതിനെക്കുറിച്ച് ഉറപ്പുള്ളവരാകുക. The Bible says, ബൈബിൾ പറയുന്നു, the just will live by faith. നീതിമാൻ വിശ്വാസത്താൽ. It doesn't say about the future, it says about now. അത് ഭാവിയെ കുറിച്ചല്ല, ഇന്ന് ഓരോ ദിവസവും ജീവിക്കുന്നു. We will respond to many things. നമ്മൾ പല കാര്യങ്ങളോട് പ്രതികരിക്കും. Many of them are coming and saying, we want to stand for elections in the ward for the panchayat election. പലരും വന്ന് പറയാറുണ്ട്, ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുന്ന ഇലക്ഷൻ വരുന്നല്ലോ, ഞങ്ങൾ അത് ചെയ്യുന്നൊക്കെ പലരും വരാറുണ്ട്. I said, go ahead. അവരോട് പറയും, മുമ്പോട്ട് പോവുക. But എന്നാൽ your foundation നിങ്ങളുടെ അടിത്തറ should be prayer. പ്രാർത്ഥനയായിരിക്കും. Prayer. പ്രാർത്ഥിക്കുക. That intimate relationship with God. ദൈവത്തോടുള്ള ആ ആഴമായ ബന്ധം. Don't get entangled in politics. Don't get entangled in here. Hold on to eternal life. ലോകത്തിൽ do anything. നിങ്ങൾ പൊളിറ്റിക്സ് ആയിരിക്കും ചെയ്യുന്നത്, നിങ്ങൾ ഇലക്ഷന് നിൽക്കാനായിരിക്കും പോകുന്നത്, പക്ഷെ നിങ്ങൾ അതിനകത്ത് കുടുങ്ങിപ്പോകരുത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ആകാന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. This is for even businessmen. ഇത് ബിസിനസ്സുകാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. Don't get entangled in business. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ കുടുക്കിക്കളയരുത്. Your foundation should be eternal life, that you will have relationship. നിങ്ങളുടെ അടിത്തറ, നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ കർത്താവുമായിട്ടുള്ള ആഴമേറിയ നിത്യമായ ബന്ധമായിരിക്കും. Oh, let us enter into the Lord's table in His holy presence. കർത്താവിന്റെ മേശയിലേക്ക് ഈ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ കടക്കാം. Joy inexpressible. പറഞ്ഞു തീരാത്തതും മഹിമേറിയതുമായ ആനന്ദത്തോടെ നമ്മൾ സന്തോഷിക്കും. Joy inexpressible. പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷം. Because I know. കാരണം എനിക്കറിയാം, He who began will complete it. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന് He is faithful, He will do it. അവൻ വിശ്വസ്തൻ, അവനത് നിവർത്തി. 1 Thessalonians 5:24, He is faithful, He began, He will do it. 1 തെസ്സലോനിക്കർ 5:24, അവൻ വിശ്വസ്തൻ, അവൻ ആരംഭിച്ചു, അവൻ തന്നെ അത് നിർവഹിക്കും. What will He do? എന്താണ് അവൻ ചെയ്യുക? He will present me blameless, spirit, soul and body before the Father. എന്റെ ശരീരത്തെ, ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ ദൈവമുമ്പാകെ ബ്ലെയിംലെസ് ആയി, കീടമില്ലാത്തതായി എന്നെ അവിടെ പ്രസന്റ് ചെയ്യും. My dear, love Jesus. എന്റെ പ്രിയരെ, യേശുവിനെ സ്നേഹിച്ചാൽ, Love Him. അവനെ സ്നേഹിച്ചാൽ. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, first seek the kingdom and His righteousness, everything else will just be added to you. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, ബാക്കി ഈ ലോകത്ത് വേണ്ടതെല്ലാം നിങ്ങളുടെ പുറകെ വരും. ജീവനേ സ്വന്തമേ അങ്ങേ